അല്ല ഗൈസ്, കുറേ നാളായാലും ഈ വഴിയൊക്കെ വന്നിട്ട്. അപ്പോൾ അതേ ഇവിടെ റിസൾട്ടൊക്കെ വന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം തിരക്കേടില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ അത്രയും മാർക്ക്. ഞാൻ ജസ്റ്റ് പാസ് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് 2-3 ദിവസം മുമ്പ് ഈ റിസൾട്ട് വന്നതിന് 3-4 ദിവസം മുമ്പ് തുടങ്ങി അപ്പച്ചനെ വിളി തുടങ്ങി കേട്ടോ. അപ്പച്ചൻ എനിക്ക് ക്ലാസ് എടുക്കലായിരുന്നു. ജയിക്കേ തോക്കെ എന്ത് ചെയ്താലും നീ അവരൊന്നും പറയരുത്, ഇപ്പോൾ തോക്കാണെങ്കിൽ തന്നെ അവൻ അടുത്ത പ്രാവശ്യം എഴുതിയെടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവൻ ഇത്രയും മാർക്ക്. കാരണം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ എക്സാം. ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവനോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഇവൻ ആകെപ്പാടെ അരമണിക്കൂർ ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ടോ എക്സാം എഴുതാൻ പോയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഇവൻ പാസ്സാകുമെന്നൊക്കെ. എനിക്ക് പാസ്സാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും മാർക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ റിസൾട്ട് അറിഞ്ഞപാടെ കേൾക്കുമെന്ന് മുറിച്ചാണ് കണ്ടത്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് വെച്ച് ഇടാൻ തന്നോ വേണ്ടേന്ന് വെച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമ കാണാൻ പോകണം കേട്ടോ പറഞ്ഞത്. റിസൾട്ട് വന്ന അന്ന് സിനിമ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അന്ന് ഞങ്ങൾ വൈകുന്നേരം നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അവിടെ പോയി അനിയത്തി എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ ഫുഡടിയും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമ കാണാൻ പോണത്. പിന്നെ പോയത് അതിരടി കാണാനുണ്ട്, നമ്മുടെ മൈ സിനിമാസിൽ കറ്റിയാടുള്ള അവിടെയാണ് പോയത്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും സിനിമ ഇഷ്ടമായില്ല, പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായില്ല എന്നൊരു പിള്ളേരുടെ അടുത്ത് പറയുന്നത് തള്ള വൈബ് എന്ന് പറഞ്ഞാൽ കളിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വന്നവഴേക്ക് ചിക്കനും പപ്സൊക്കെ മേടിച്ചിട്ടോ നമ്മളെ വീട്ടിലേക്ക് വന്നത്. ഞാൻ ചായ വയ്ക്കാൻ പോയ ഗ്യാപ്പിൽ അവരവരുടെ ചായക്കടിയൊക്കെ കഴിച്ചു കേട്ടോ. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞോ, അവളുടെ പപ്സും കൂടി അവനാണ് തിന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പപ്സൊന്ന് ചൂടാക്കിയിട്ടാണ് തിന്നണത്. അതിനകന്നും പങ്കുവെച്ചാനായിട്ട് ആൾ വന്നിട്ട് കേട്ടോ. അപ്പോൾ കടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി നല്ല ചൂടാകും. പിന്നെ സോസ് ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വായിലേക്ക് തന്നെ സോസും കണ്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.